അമേരിക്കയുടെ കൾച്ചറൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന കുസ്കോ നഗരത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. ആൻഡീസ് പർവ്വതമടക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന പെറുവിന്റെ മനോഹര പട്ടണം. ഓരോ അംശത്തിലും പൗരാണികത തുളുമ്പുന്ന കാഴ്ചകൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ അതിരിടുന്ന കുസ്കോയിലെ പ്ലാസ മയോർ എന്ന ചത്തുരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിബൃഹത്തായ ഒരു ചത്തുരമാണിത്. പ്രൗഢമായ പല പള്ളികളുണ്ട് പ്ലാസ മയോറിന്റെ അതിരുകളിൽ. ഇടതുവശത്ത് ഇക്കാണുന്നത് കുസ്കോ കത്തീഡ്രലാണ്. അതിനപ്പുറം കമ്പാനിയൻ ഓഫ് ജീസസ് ചർച്ച്. അങ്ങനെ പല പള്ളികൾ. വാണിജ്യ സ്ഥാപനങ്ങളാണ് സ്ക്വയറിനു ചുറ്റുമുള്ള നീളൻ മന്ദിരങ്ങളിൽ. എല്ലാം ഇരുനില കെട്ടിടങ്ങളാണ്. സ്പാനിഷ് പാരമ്പര്യത്തിൽ നിന്നുമെത്തിയ ബാൽക്കണിയുള്ള കെട്ടിടങ്ങൾ. ആർച്ചുകളും ഉരുളൻ തൂണുകളുമെല്ലാമായി ഏതാണ്ട് ഒരേ രൂപമാണ് കെട്ടിടങ്ങൾക്കെല്ലാം. റെസ്റ്റോറന്റുകളും സുവനീർ കടകളും ടൂറിസ്റ്റുകൾക്കുള്ള ലോഡ്ജുകളും ഹോസ്റ്റലുകളുമാണ് ഈ കെട്ടിടങ്ങളിൽ പ്രധാനമായുമുള്ളത്. സമയം രാവിലെ 6:30 ആയിട്ടേ ഉള്ളൂ. അതിഗംഭീരമായൊരു കാഴ്ചയിലേക്കാണ് ഈ പുലർക്കാലത്ത് ഞാൻ വന്നിറങ്ങിയിരിക്കുന്നത്. നിരവധി തെരുവുകൾ ഈ ചത്തുരത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. പ്ലാസയിലൂടെ കല്ലുവിരിച്ച നടപ്പാതകൾ. അതിന്റെ വശങ്ങളിൽ ചാരുബെഞ്ചുകൾ, പുൽത്തകിടി, പൂച്ചെടികൾ. ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള തരം ഒരു സാംസ്കാരിക നഗരത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇക്കാണുന്ന കെട്ടിടങ്ങളെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണെന്നതാണ് അത്ഭുതകരമായ കാര്യം. ഒരു കാലത്ത് നഗരത്തിലെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന കെട്ടിടങ്ങൾ ഇന്ന് ടൂറിസത്തിനു വേണ്ടി മാത്രമുള്ളതായിരിക്കുന്നു. ഇപ്പോൾ രാവിലെ 6:30 ആയിട്ടേ ഉള്ളൂ എന്നതിനാലാണ് ഈ ബെഞ്ചുകളിലൊന്നും ആരെയും കാണാത്തത്. അല്പനേരം കൂടി കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ജനം വന്നു നിറയും. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുമുള്ള ആളുകൾ. ജപ്പാൻ മുതൽ അമേരിക്ക വരെയുള്ള നാടുകളിൽ നിന്നുമെത്തുന്ന ടൂറിസ്റ്റുകളാണത്. അമേരിക്കയുടെ സാംസ്കാരിക തലസ്ഥാനമെന്നാണ് കുസ്കോ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിന് കാരണമുണ്ട്. ഇൻകാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ഇവിടം. പിന്നീട് സ്പാനിഷ് കൊളോണിയൽ കാലത്ത് ഒരു പ്രമുഖ പട്ടണമായി കുസ്കോ മാറി. 1533 തന്നെ സ്പെയിൻകാർ ഇവിടേക്കെത്തിയിരുന്നു. ഇവിടെ സ്ക്വയറിന് മധ്യത്തിൽ ഒരു ഫൗണ്ടനുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് രീതിയിൽ നിർമ്മിച്ച ഫൗണ്ടനാണ്. ഫൗണ്ടന്റെ മുകളിലായി ഇൻകാ സാമ്രാജ്യ സ്ഥാപകൻ പാച്ചക്കുട്ടിയുടെ പ്രതിമ. 2011 ഇൻകാ ചക്രവർത്തിയുടെ പ്രതിമ ഫൗണ്ടനുമേൽ സ്ഥാപിച്ചത്. പെറു സ്വതന്ത്രമാവുന്നതിന് മുൻപ് സ്പെയിൻകാർ നിർമ്മിച്ച ഫൗണ്ടനാണിത്. ഇൻകാ ഭരണകാലത്തും പിന്നീട് സ്പാനിഷ് കൊളോണിയൽ കാലത്തും കുസ്കോയുടെ ഭരണസിരാകേന്ദ്രം ഈ ചത്തുരത്തിനു ചുറ്റുമായിട്ടായിരുന്നു. പ്ലാസ ഡി മയോർ എന്നും പ്ലാസ ഡി അർമാസ് എന്നും അറിയപ്പെടുന്ന ചത്തുരത്തിനു ചുറ്റുമായി നഗരം വളർന്നിരിക്കുന്നത് ഇവിടെ നിന്ന് കാണാം. ചത്തുരത്തിന്റെ അതിരിൽ നിന്നും കെട്ടിടനിര പിന്നിലുള്ള മലയിലേക്ക് പടർന്നു കയറിയിരിക്കുന്നു. ഏറ്റവും ഉയരത്തിലായി മലഞ്ചെരുവിൽ കാണുന്നത് സാൻ ക്രിസ്റ്റോബാൾ ദേവാലയമാണ്. ഇവിടെ ഒരു ചെരിഞ്ഞ പാതയുണ്ട്. അഡ്മിറൽസ് സ്ലോപ്പ് എന്ന് അതറിയപ്പെടുന്നു. അതിനിരുവശത്തും പഴയകാല മന്ദിരങ്ങൾ. നോക്കി നിൽക്കെ ചത്തുരത്തിലേക്ക് ടൂറിസ്റ്റുകൾ വന്നു നിറയുന്നത് കാണാം. കുസ്കോ വിമാനത്താവളത്തിൽ ഞാൻ വന്നിറങ്ങിയിട്ട് 1 മണിക്കൂർ പോലും ആയിട്ടില്ല. പുലർക്കാലത്ത് തന്നെ നഗരചത്തുരത്തിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. മനോഹരമായ സ്ക്വയർ. ഇവിടെ നിന്നിങ്ങനെ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാവും. ആൻഡീസ് പർവ്വതത്തിലെ മലകൾക്കിടയിൽ ഒരു തളികയെന്നോണം നിലകൊള്ളുകയാണ് കുസ്കോയുടെ പ്ലാസ ഡി മയോർ. നഗരത്തിന്റെ ജനവാസ കേന്ദ്രങ്ങൾ ആ മലകളിലേക്കെല്ലാം പടർന്നു കയറുന്നത് കാണാം. ഇൻകാ സാമ്രാജ്യത്തിന്റെ ആദ്യ നാളുകളിൽ മലമുകളിലെ വിസ്തൃതമായ ഒരു കൃഷിയിടമായിരുന്നു ഇപ്പോൾ പ്ലാസ ഡി മയോർ ആയിരിക്കുന്ന ഭാഗം. ഇക്കാണുന്നത് പ്ലാസ ഡി മയോറിലെ പ്രമുഖ ദേവാലയമാണ്. സ്പാനിഷിൽ കമ്പാനിയ ഡി ജീസസ് എന്നറിയപ്പെടുന്ന ദേവാലയം. പ്രൗഢമായൊരു നിർമ്മിതി. ഇത് കുസ്കോ കത്തീഡ്രലാണ്. ഇതാണ് സ്ക്വയറിലെ ഏറ്റവും പ്രമുഖമായ ദേവാലയം. അതിബൃഹത്തായ ഒരു നിർമ്മിതിയാണത്. സ്പാനിഷ് അധിനിവേശകാലത്ത് ഇൻകാ ചക്രവർത്തിയുടെ കൊട്ടാരമുണ്ടായിരുന്നിടത്ത് പിന്നീട് ഈ ദേവാലയം പണിയുകയായിരുന്നു. പള്ളിയുടെ കൂറ്റൻ വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. ടൂറിസ്റ്റുകളല്ല, സ്വദേശികളാണ് അതിനകത്തേക്ക് കയറിപ്പോകുന്നത്. പള്ളിയുടെ അകമൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന ഉദ്ദേശത്തോടെ ഞാൻ കവാടം കടന്നു ചെന്നു.
പക്ഷേ മുന്നിൽ വലിയൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അകത്ത് ക്യാമറ അനുവദിക്കില്ല എന്ന്. പള്ളിയുടെ മുൻഭാഗം സ്ക്വയറിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു തിണ്ണയാണ്. അവിടെ ടൂറിസ്റ്റുകളായ ബാക്ക് പാക്കേഴ്സിന്റെ വലിയ സംഘങ്ങൾ. കുസ്കോയുടെ പ്രത്യേക അഡ്വഞ്ചർ ടൂറുകളുടെ ഒരു പ്രദേശമാണ് ഇത്. ഇൻക ജംഗിൾ ട്രയൽ, ട്രക്ക് ടു മാച്ചു പിച്ചു എന്നൊക്കെ പേരുള്ള ധാരാളം ടൂറുകൾ ഇവിടെ നിന്നും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. നടന്ന് മലകയറിയും വനങ്ങളിലൂടെ സഞ്ചരിച്ചും 3-4 ദിവസം കൊണ്ട് മാച്ചു പിച്ചുവിൽ ചെന്നെത്താവുന്ന ടൂറുകളാണത്. കുസ്കോയുടെ പരിസരത്ത് ആൻഡീസ് പർവ്വതനിരകളിൽ ഇൻക സംസ്കാരത്തിന്റെ ധാരാളം ശേഷിപ്പുകളുണ്ട്. ഇതാണ് അഡ്മിറൽസ് സ്ലോപ്പ് എന്നറിയപ്പെടുന്ന ചെരിഞ്ഞ പാത. ക്യൂവേസ്റ്റ ഡെൽ അഡ്മിറാൻഡെ എന്ന് പ്രാദേശികമായി അതറിയപ്പെടുന്നു. സ്ക്വയറിന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾ മിക്കതിനും പ്രാകൃതമായൊരു പരുക്കൻ ഭാവമാണ്. ആ ഭാവം തന്നെയാണ് ഈ ചത്തുരത്തിന് പ്രത്യേക സൗന്ദര്യം നൽകുന്നതും. ചത്തുരത്തിന്റെ ഓരോ കോണിലും ഇങ്ങനെയുള്ള വഴികൾ വന്ന് അവസാനിക്കുന്നത് കാണാം. ഞാനിപ്പോൾ പ്ലാസയുടെ വടക്കേ കോണിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ കുസ്കോ കത്തീഡ്രൽ, സ്ക്വയറിൽ നിന്നും അല്പം ഉയർന്നു നിൽക്കുന്ന അതിന്റെ മുറ്റം, താഴെ കല്ലുപാകിയ ചത്തുരം, അതിനു നടുവിലെ പച്ചപ്പ്, സ്ക്വയറിന്റെ അതിരിൽ നിരന്നു നിൽക്കുന്ന പഴയ കെട്ടിടങ്ങൾ, സ്ക്വയറിൽ നിന്നും പുറത്തേക്ക് നീളുന്ന തെരുവുകൾ എന്നിവയെല്ലാം കാണാം. ഈ വിധം പ്ലാസ ഡി മയോറിലേക്ക് വന്നെത്തുന്ന നിരവധി വഴികളുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും പ്ലാസയിൽ സ്ഥാനം പിടിക്കാനുള്ള കച്ചവടക്കാരുമൊക്കെ ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. കണ്ടു നിൽക്കെ പ്ലാസയും ചുറ്റുമുള്ള തെരുവുകളും സജീവമാവുകയാണ്. ഞാനിവിടെ എത്തിയിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ കാലാവസ്ഥ അതിഗംഭീരമാണിപ്പോൾ. നല്ല തണുപ്പിനൊപ്പം ഇളവെയിൽ പകരുന്ന സുഖമുള്ള ചൂട്. 500 വർഷത്തെ ചരിത്രം സ്പന്ദിക്കുന്ന ചത്വരം. എത്രയോ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശം. നേരം 7 മണിയാവുന്നു. ഹോട്ടൽ കണ്ടുപിടിക്കണം. ഇത്തരം കെട്ടിടങ്ങളിൽ ഏതോ ഒന്നിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. പ്ലാസ മയോറിൽ നിന്നും ഒരു ഇടത്തെരുവിലൂടെ 10 മീറ്റർ നടന്നാൽ ഹോട്ടലിലെത്താമെന്നാണ് മാപ്പിൽ കണ്ടിരിക്കുന്നത്. ബാൽക്കണികളോട് കൂടിയ 2 നില കെട്ടിടങ്ങളാണ് സ്ക്വയറിനെ അതിരിട്ടു നിൽക്കുന്നത്. അവയുടെ മുകൾ നിലകൾ റെസ്റ്റോറന്റുകളോ ഹോട്ടലുകളോ ഹോസ്റ്റലുകളോ ആയി മാറിയിരിക്കുന്നു. 4000 രൂപ വരും ഇത്തരം ഹോട്ടലുകളിൽ ഒരു രാത്രിക്കുള്ള മുറി വാടക. അങ്ങനെയുള്ള ഒരു മുറിയാണ് ഞാനും ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹോസ്റ്റൽ എൽ പെരിഗ്രീനോ എന്നാണ് അതിന്റെ പേര്. അവിടേക്കാണ് നടത്തം. ഇവിടമൊക്കെ സജീവമാകാനിരിക്കുന്നതേയുള്ളൂ. വൈകുന്നേരമാകുമ്പോഴേക്കും മട്ടുപ്പാവുകളിലെല്ലാം ആളുകൾ നിറയും. ഡെൽ മെഡിയോ എന്ന ഇടത്തെരുവാണിത്. പ്ലാസ മയോറിലേക്ക് വന്നെത്തുന്ന അനേകം തെരുവുകളിലൊന്ന്. ഈ തെരുവിൽ എവിടെയോ ആണ് ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഹോസ്റ്റൽ. വീതി കുറഞ്ഞ ഒരു തെരുവ്. ഇരുവശവുമുള്ള കെട്ടിടങ്ങളിലെ കടകൾ തുറന്നു തുടങ്ങുന്നതേയുള്ളൂ. സ്പാനിഷ് കൊളോണിയൽ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ. അങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ ഒരു ഹോസ്റ്റലിന്റെ ബോർഡ് കാണാം. ഹോസ്റ്റൽ എൽ പെരിഗ്രീനോ. ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. വാതിൽ തുറന്നപ്പോൾ മുകളിലേക്ക് ഒരു പടിക്കെട്ട്. ഇത് കയറി ചെല്ലുമ്പോഴായിരിക്കണം റിസപ്ഷൻ. ഞാൻ അവിടേക്ക് കയറി. ഇതാണ് റിസപ്ഷൻ. ചുമരിൽ പെയിന്റിങ്ങുകൾ. ചെറിയൊരു പൊത്തുപോലെയുണ്ട് റിസപ്ഷൻ. കൗണ്ടറിൽ ഒരു സ്ത്രീയുണ്ട്. ഫോൺ സംഭാഷണത്തിലാണെങ്കിലും അവർ സ്നേഹപൂർവ്വം എന്നെ സ്വീകരിച്ചു. ചെക്ക് ഇൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു പരിചാരികയോടൊപ്പം എന്നെ മുറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. 10 മണിയെങ്കിലും ആവാതെ ആരും ഇവിടെ ചെക്ക് ഇൻ ചെയ്യാറില്ല. ഞാൻ രാവിലെ 7 മണിക്ക് തന്നെ വന്നതുകൊണ്ട് തൽക്കാലം കുളിച്ചു ഫ്രഷാവാൻ ഒരു മുറി തന്നിരിക്കുകയാണ്. എന്തോ ഇലയിട്ട് തിളപ്പിച്ച വെള്ളവും പഞ്ചസാരയും ബ്രെഡും കൊണ്ടുവച്ചിട്ടുണ്ട്. കോംപ്ലിമെന്ററിയാണ്. 3 ബെഡുള്ള വലിയൊരു മുറിയാണിത്. തൽക്കാലം ഇവിടെ വിശ്രമിക്കാം. 10 മണിക്ക് മുറി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതുവരെ കാത്തു നിൽക്കാതെ ബാഗ് കൗണ്ടറിൽ ഏൽപ്പിച്ച് ഞാൻ വീണ്ടും തെരുവിലേക്കിറങ്ങി. നേരം 9 മണിയായിട്ടേയുള്ളൂ. തെരുവ് സജീവമായിരിക്കുന്നു. കടകൾ മിക്കതും തുറന്നിട്ടുണ്ട്.
ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്യാനായി ടൂർ ഏജന്റുമാരും തെരുവിലിറങ്ങിക്കഴിഞ്ഞു. സ്ക്വയറിന്റെ ഓരത്തുള്ള കെട്ടിടങ്ങളുടെ ഇടനാഴികൾ മനോഹരമാണ്. മലയാളിയുടെ പൊതുവായ സൗന്ദര്യ സങ്കല്പത്തിൽ ഇതിനെ സുന്ദരമെന്ന് വിശേഷിപ്പിക്കാമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പൈതൃകത്തിന്റെയും പൗരാണികതയുടെയും ഒരു പ്രൗഢി, ചരിത്രത്തിന്റെ നാൾവഴികൾ താണ്ടി കറുത്തും തേഞ്ഞുമുണ്ടായ ഒരു സൗന്ദര്യം, അതാണ് കുസ്കോ ലോകത്തിനു മുന്നിൽ വയ്ക്കുന്നത്. ഇത് കാണാൻ വേണ്ടി തന്നെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയപടി നിലനിർത്തിയിരിക്കുകയാണ് ഇതെല്ലാം. വൃത്തിയില്ലായ്മയോ ദുർഗന്ധമോ ഒന്നുമില്ല. ഇങ്ങനെയാണ് ലോകത്തെ ചരിത്ര നഗരങ്ങളെല്ലാം തനിമയോടെ നിലനിർത്തുന്നത്. കെട്ടിടങ്ങളിലാകട്ടെ ടൂറിസ്റ്റുകൾക്കുള്ള ഫെസിലിറ്റികളാണ്. കറൻസി എക്സ്ചേഞ്ചുകളും ടൂറുകൾ ബുക്ക് ചെയ്യാനുള്ള ഓഫീസുകളും ട്രക്കിങ്ങിനും മലകയറ്റത്തിനുമുള്ള ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളും സ്മരണിക വിപണന കേന്ദ്രങ്ങളുമെല്ലാം ഇതിലുണ്ട്. സാഹസിക യാത്രികർക്കുള്ള ഉപകരണങ്ങളാണ് മിക്ക കടകളിലെയും പ്രധാന വിൽപ്പന വസ്തുക്കൾ. നല്ല വിലയാണ് എല്ലാ സാധനങ്ങൾക്കും. ഇന്ത്യൻ രൂപയിൽ 1000-ഉം 2000-വുമാണ് ഓരോ ചെറിയ വസ്തുക്കളുടെ പോലും വില. ഇവിടെ ഒരു ഇടത്തെരുവുണ്ട്. കാല്ലെ പ്ലാട്രോസ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന തെരുവ്. സിൽവർ സ്മിത്ത് സ്ട്രീറ്റ് എന്നാണ് ഇംഗ്ലീഷ് ഭാഷാന്തരം. പണ്ടുകാലത്ത് വെള്ളിപ്പണിക്കാരുടെ തെരുവായിരുന്നു ഇത്. പ്ലാസ ഡി മയോറിലേക്ക് വന്നു ചേരുന്ന ഒരു തെരുവാണ് ഇതും. ഇൻക സാമ്രാജ്യകാലത്ത് ഇത്തരം തെരുവുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. സ്പെയിൻകാരാണ് പ്ലാസയിലേക്ക് ചെന്നെത്തുന്ന നിരവധി തെരുവുകളും അതിനിരുവശവും ഇരുനില മന്ദിരങ്ങളും ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചതും. ഇത് ഡെൽ മെഡിയോ എന്ന സ്ട്രീറ്റാണ്. അതിന്റെ ഓരത്തും ടൂറിസ്റ്റുകളെ പ്രധാനമായും ലക്ഷ്യമിടുന്ന നിരവധി കടകളുണ്ട്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. തെരുവിലെങ്ങും ടൂറിസ്റ്റുകൾ ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. ലിമയിൽ കണ്ടതൊന്നുമല്ല ടൂറിസ്റ്റ് ബാഹുല്യം. ഇവിടെയാണ് അത് കാണാനിരിക്കുന്നത്. പോർട്ടൽ എസ്പിനാർ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന തെരുവാണിത്. സ്പെയിൻ പോർട്ടൽ എന്ന് ആംഗലേയ അർത്ഥം. രസകരമാണ് ഇവിടങ്ങളിലൂടെയുള്ള ഈ നടത്തം. എങ്ങും പൗരാണികത തിടം വെച്ചു നിൽക്കുന്ന ഒരു നഗരം. അതിനെ പാരമ്പര്യ തനിമയോടെ വൃത്തിയോടെ സംരക്ഷിക്കുന്നു. കൽത്തൂണുകളിലും കമാനങ്ങളിലുമൊന്നും കുമ്മായം പൂശി പോലും പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. കാണുന്നതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ. ഇതുതന്നെയാണ് പൗരാണികതയിലേക്കുള്ള ടൂറിസം എന്ന് എനിക്ക് തോന്നി. ഇക്കാണുന്നത് പുരാതനമായ മറ്റൊരു ദേവാലയമാണ്. നേരത്തെ പ്ലാസ ഡി മയോറിൽ നിന്നപ്പോൾ ഞാൻ ഇതിന്റെ ഗോപുരം കണ്ടിരുന്നു. ബസിലിക്ക ഓഫ് മേഴ്സി എന്ന ഒരു മൈനർ ബസിലിക്ക. ഇതിൽ ഒരു കോൺവെന്റും കാറ്റകോംസുമുണ്ട്. ഇവിടെ കാണുന്ന മിക്ക ദേവാലയങ്ങളുടെയും നിലവറയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാറ്റകോംസ് അഥവാ സെമിത്തേരികളുണ്ട്. ഇത് മാൻഡ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന തെരുവാണ്. മെർസഡ് ബസിലിക്കയുടെ ഈ ഭാഗം വലിയൊരു കോട്ടയെ അനുസ്മരിപ്പിക്കുന്നു. ഒരു മൊണാസ്ട്രിയും കോൺവെന്റുമെല്ലാം ഉൾപ്പെടുന്ന സമുച്ചയമായതിനാലാവാം ഇതൊരു കോട്ട പോലെ നിർമ്മിച്ചത്. അതിനു മുന്നിൽ ചെറിയൊരു സ്ക്വയറാണ്. ഇത്തരത്തിലുള്ള നിരവധി സ്ക്വയറുകളുണ്ട് കുസ്കോയിൽ. മുൻപേ കണ്ടത് നഗരത്തിന്റെ മെയിൻ സ്ക്വയർ ആണെങ്കിൽ ഇത്തരം പല സ്ക്വയറുകൾ നഗരത്തിന്റെ അങ്ങിങ്ങായി സ്ഥിതി ചെയ്യുന്നു.
ഇവിടെ ഒരു സ്മാരകമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ പെറൂവിയൻ സൈന്യത്തിലെ ലഫ്റ്റനന്റ് ആയിരുന്ന ജുവാൻ സുബിയാഗയുടെ സ്മാരകം. 1879-ലെ ചരിത്രപ്രസിദ്ധമായ പസഫിക് യുദ്ധത്തിൽ ചിലിക്കെതിരെ പടപൊരുതിയ വീരനായകനായിരുന്നു ജുവാൻ. ലാ മെർസഡ് ബസിലിക്കയുടെ മുന്നിലെ പ്രധാന സ്ക്വയറാണിത്. അവിടെ നിന്നും പല തെരുവുകൾ പല ഭാഗങ്ങളിലേക്ക് നീളുന്നുണ്ട്. അവയൊക്കെ ചെന്നു ചേരുന്നത് മറ്റു പല ചത്തുരങ്ങളിലായിരിക്കും. മാർക്കസ് സ്ട്രീറ്റ് ആണ് ഇത്. കാല്ലേ മാർക്കസ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്നു. ഈ തെരുവിലൊക്കെ കണ്ടുമുട്ടുന്നവരിൽ വലിയൊരു ശതമാനവും ടൂറിസ്റ്റുകൾ തന്നെയാണ്. തെരുവിന്റെ ഇരുഭാഗത്തും ഇക്കാണുന്ന തരം കെട്ടിടങ്ങളിലായി നിരവധി ഹോട്ടലുകളുണ്ട്. പരിമിതമായ മുറികളുള്ള ഹോട്ടലുകൾ. അവിടങ്ങളിൽ നിന്നുമാണ് ടൂറിസ്റ്റുകൾ ഓരോ തെരുവിലേക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് കെട്ടിടത്തിലുമുള്ളത് ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാപനങ്ങളാണ്. നൂറുകണക്കിന് സ്ഥാപനങ്ങൾ. ഞാൻ ലോകയാത്രകൾക്കിടയിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് കുസ്കോ എന്ന് ഇതിനോടകം ബോധ്യമായി. പെറുവിലെ ടൂറിസത്തിന്റെയും സാഹസിക സഞ്ചാരത്തിന്റെയും ബേസ് സ്റ്റേഷൻ എന്ന് കുസ്കോയെ വിശേഷിപ്പിക്കാം. വൈവിധ്യമാർന്ന വിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറന്റുകൾ, സഹൃദയരായ മനുഷ്യർ, ഷോപ്പിംഗ് സാധ്യതകൾ, അഭിരുചിക്കിണങ്ങുന്ന ടൂറുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ഈ പാതയിലൊന്നും ഇലക്ട്രിക് പോസ്റ്റുകൾ പോലുമില്ല. ഒരു പ്ലാൻഡ് സിറ്റി തന്നെയാണ് കുസ്കോ. നടന്ന് ഞാനിപ്പോൾ സാൻ ഫ്രാൻസിസ്കോ സ്ക്വയറിലേക്ക് എത്തിയിരിക്കുന്നു. പ്ലാസ സാൻ ഫ്രാൻസിസ്കോ. സുന്ദരമായ ഒരു സ്ക്വയർ തന്നെയാണ് ഇതും. ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഒരു സ്ക്വയർ. അതിന്റെ തണൽ പറ്റിയും തണലില്ലാത്തിടത്ത് വെയിൽ കാഞ്ഞും ആളുകളിരിക്കുന്നു. ചെറിയൊരു ഉദ്യാനം പോലെയാണ് പ്ലാസ സാൻ ഫ്രാൻസിസ്കോ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മുന്നിൽ അക്കാണുന്നതാണ് ഇവിടുത്തെ സാൻ ഫ്രാൻസിസ്കോ ദേവാലയവും കോൺവെന്റും. ഇവിടെ മിക്ക ഉദ്യാനങ്ങളുടെയും ചത്തുരങ്ങളുടെയും മധ്യത്തിൽ ഒരു പ്രമുഖന്റെ സ്മാരകം കാണാം. വലിയൊരു നിർമ്മിതിയാണ് സാൻ ഫ്രാൻസിസ്കോ ചർച്ച്. 1572-ൽ നിർമ്മിതമായ 3 അൾത്താരകളോട് കൂടിയ ദേവാലയം. ഒരു കോൺവെന്റും റിലീജിയസ് മ്യൂസിയവുമെല്ലാമുണ്ട് ഇതിൽ. ഫ്രാൻസിസ് പുണ്യാളന്റെ വംശാവലി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പെയിന്റിംഗ് ഈ പള്ളിയിലുണ്ട്. തെക്കേ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ പെയിന്റിംഗ് ആണത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു പട്ടണത്തിൽ എത്ര വെളിംപ്രദേശങ്ങളാണ് രൂപപ്പെടുത്തിയതെന്ന് അത്ഭുതത്തോടെ ചിന്തിച്ചു പോകുന്നു. രാവിലെ തന്നെ ആളുകൾ ഡബിൾ ഡെക്കർ ബസ്സുകളിൽ നഗരം കാണാൻ ഇറങ്ങിക്കഴിഞ്ഞു. കുസ്കോ പട്ടണത്തിന് പുറത്ത് മലമുകളിൽ പുരാതനമായ ഇൻകാ നിർമ്മിതികളുണ്ട്. അവിടേക്കാണ് ഇത്തരം ബസ്സുകൾ സഞ്ചാരികളെ കൊണ്ടുപോകുന്നത്. ഇതിവിടുത്തെ നാഷണൽ കോളേജ് ഓഫ് സയൻസസ് ആണ്, കുസ്കോയിലെ ഏറ്റവും വലിയ കോളേജ്. സാൻ ഫ്രാൻസിസ്കോ സ്ക്വയറിന്റെ ഒരു കോണിൽ ഒരു പടിപ്പുര കാണാം. സ്ക്വയറിലേക്കുള്ള പ്രധാന കവാടമാണിത്. അതിന്റെ ചുവട്ടിലേക്ക് പാരമ്പര്യ വേഷം ധരിച്ചും മുതുകിൽ കുഞ്ഞിനെ കെട്ടിവെച്ചും പോകുന്ന അമേരിന്ത്യൻ വംശക്കാരെ കാണാം. ഈ പടിപ്പുര കടന്നാൽ സാന്താ ക്ലാര എന്ന സ്ട്രീറ്റിലേക്കാണ് എത്തുന്നത്. സാന്താ ക്ലാര ഗേറ്റ് എന്നാണ് ഈ കവാടത്തിനു പേര്. അതിലെ നേരെ നടന്നാൽ കുസ്കോയിലെ പ്രമുഖമായൊരു മാർക്കറ്റിലേക്കും എത്താം, സാൻ പെഡ്രോ മാർക്കറ്റ്. ഞാൻ കവാടം കടന്ന് സാന്താ ക്ലാര സ്ട്രീറ്റിലേക്ക് കയറി. മുന്നോട്ട് നീങ്ങുമ്പോൾ ഇടതുവശത്ത് ഉയർന്ന ഗോപുരത്തോടെ കാണുന്നത് സാന്താ ക്ലാര ചർച്ചാണ്. അതിനപ്പുറം കാണുന്നത് സാൻ പെഡ്രോ ദേവാലയവും. അതിനുമപ്പുറം മലമുകളിലേക്ക് കുസ്കോ നഗരം വളർന്നു പടർന്നു കയറുന്നു. നഗരത്തിലെ താഴ്ന്ന വരുമാനക്കാരും ദരിദ്രരും വസിക്കുന്ന പ്രദേശമാണ്. ആ കുന്നിൻ മുകളിലേക്ക് എങ്ങനെ എത്തിപ്പെടുമെന്ന് ഇവിടെ നിന്ന് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. സാന്താ ക്ലാര സ്ട്രീറ്റിലും ഇപ്പോൾ ജനപ്രവാഹമാണ്. ഈ ആളുകൾ മുഴുവൻ എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് സംശയം തോന്നിപ്പോകുന്നു. വഴിയരികിലെ ചില കടകൾ ഇങ്ങനെ വർണ്ണാഭമാണ്. കടും നിറങ്ങളിലുള്ള തുണികൾ.
ഇത്തരം തുണികൾ കൊണ്ടാണ് അമേരിന്ത്യൻ ഗോത്രവിഭാഗങ്ങളും സങ്കര സമൂഹമായ മെസ്റ്റിസോകളും വസ്ത്രം തുന്നുന്നത്. ഇൻക പാരമ്പര്യ ഭാവമുള്ളവരെ ഇപ്പോഴും തെരുവിൽ കാണാം. ഗോത്രജീവിതവുമായി ബന്ധപ്പെട്ട പെയിന്റിങ്ങുകളുമായി ഒരാൾ എന്നെ സമീപിച്ചു. ഇൻക സംസ്കാരത്തെയും ആൻഡീസ് ഗോത്രജീവിതത്തെയും എല്ലാം പ്രതിപാദിക്കുന്ന ചിത്രങ്ങളാണ്. സഞ്ചാരത്തിനിടെ അതൊക്കെ വാങ്ങി കൂടെ കൊണ്ടു നടക്കുക പ്രയാസമായതിനാൽ കച്ചവടക്കാരനെ നിരാശനാക്കേണ്ടി വന്നു. ഇതാണ് സാന്താ ക്ലാര പള്ളി. അതിനു മുന്നിലൂടെ നടത്തം തുടർന്നു. 1 സ്ക്വയർ കിലോമീറ്ററിനകത്ത് 10-12 പള്ളികളുണ്ടിവിടെ. തെരുവിൽ ടൂറിസ്റ്റുകളുടെ തിരക്ക് കൂടി വരുന്നു. ബാക്ക് പാക്കേഴ്സാണ് കുസ്കോയിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ അധികവും. 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ച് ചട്ടപ്പടി ടൂറുകളിൽ ഏർപ്പെടുന്നവരെ ഇവിടെ അധികം കാണില്ല. ബാക്ക് പാക്കേഴ്സിന്റെ ഇഷ്ടസങ്കേതമാണ് കുസ്കോ. വഴിയോരത്ത് അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന കച്ചവടക്കാർ. പഴങ്ങളും പുഴുങ്ങിയ മുട്ടയും മൊരിച്ച ഇറച്ചിയുമെല്ലാം വിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ സാൻ പെഡ്രോ പ്ലാസയിലേക്ക് എത്തിയിരിക്കുന്നു. സാൻ പെഡ്രോ എന്നാൽ സെയിന്റ് പീറ്റർ. ഒരു പള്ളിയുടെ മുന്നിലാണ് പ്ലാസ സാൻ പെഡ്രോ എന്ന വിശാല ചത്വരം. ഇവിടുത്തെ ഏത് സ്ക്വയറിന്റെയും ഒരു വശത്ത് ഒരു പള്ളിയുണ്ടാവും. ആ പള്ളിയുടെ പേരിലാവും സ്ക്വയർ അറിയപ്പെടുക. സാൻ പെഡ്രോ സ്ക്വയറിന്റെ ഇടതുവശത്ത് തകരം മേഞ്ഞ വലിയൊരു കെട്ടിടമുണ്ട്. അതാണ് സാൻ പെഡ്രോ മാർക്കറ്റ്. ഇതാണ് കുസ്കോയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഷോപ്പിംഗ് സെന്റർ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നതും. ഇനി ആ മാർക്കറ്റിന്റെ കാഴ്ചകളിലേക്ക് പോകണം.